നമ്മളിന്ന് ഒരു ഇല കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാനാണ്, തോരനാണ്. അതാണ് ഇത് കസൂർ മേത്തി, നമ്മൾ ഉലുവ ഇല എന്ന് പറയും. ഇത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ തണ്ടിൻ്റെ ഈ ഇലയുടെ തണ്ടൊന്നും എടുക്കാൻ പാടില്ല. നമുക്കിതിൻ്റെ ഇല മാത്രമായിട്ടേ എടുക്കാം. തണ്ട് നല്ല കട്ടിയായതുകൊണ്ട് കഴിക്കും. തണ്ട് മാറ്റിക്കൊണ്ട് ഇലയും അതിൻ്റെ നാമ്പും മാത്രം എടുക്കുക. നാമ്പിന് കട്ടി കുറവാണ്, ഉണ്ടല്ലേ. ഇങ്ങനെ നമുക്ക് ഓരോന്നും പിച്ചിയെടുക്കാം. ചെറിയ സവാളയുണ്ട്. ഞാൻ ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൊത്തി അരിഞ്ഞ സവാള വേണം. നമുക്കത് പാകം ചെയ്യുന്നതിന് മുമ്പ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ഇതിപ്പം ആദ്യം നമ്മൾ സവാള അരിഞ്ഞു വെച്ചു. ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് വെളുത്തുള്ളി, ഞാനിവിടെ കാന്താരിയാണ് എടുക്കുന്നത്, എരിവിൻ്റെ അനുസരിച്ച് കാന്താരി. അതിനോടൊപ്പം അല്പം തേങ്ങ. ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഈ പരുവത്തിന് ചതച്ചെടുക്കാം. കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളകായാലും ചതച്ചാൽ മതി. നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് താളിക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അല്പം അരിയോട് ഇതിനകത്തിടാം. അരി ഒന്ന് മൂത്ത് വരട്ട്. അതിനോട് 2 വറ്റൽമുളക്. അരി ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പം സവാളയ്ക്ക് ചേരുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ഇടാവും. അപ്പം ഇലവർഗ്ഗം ഉണ്ടാക്കുമ്പം ഉപ്പിൻ്റെ പരുവം നോക്കി വേണം ഇടാൻ. കൂടിയ പിന്നെ കുറയ്ക്കാൻ പാടാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള മൂക്കുമ്പോഴത്തേനും നമ്മളിവിടെ അടത്തി വെച്ചിരുന്ന ഇലയിൽ കിളുന്നായിട്ടുള്ളതിൻ്റെ തണ്ട് നമ്മൾ കളഞ്ഞിട്ടില്ല. അത് പെട്ടെന്ന് വെന്തെടുത്തോ പാറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കളഞ്ഞില്ല. നമുക്കത് ചെറുതായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരിഞ്ഞിടാം. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു കയ്പ്പ് കാണും കൂട്ടാൻ, പക്ഷേ ഏറെ ഗുണമുള്ളതാണ്. ഇതുപോലെ എല്ലാ ഇലയും വാരിയെടുത്ത് ചെറുതായി അരിയണം. തീരെ ചെറുതാകണമെന്നില്ല, നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ. ഇടയ്ക്കൊക്കെ കഷ്ണമായിട്ട് കിടക്കും. നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് അതും ഒന്ന് പച്ച ചുവ മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കാം. നമ്മുടെ ഈ മസാലയ്ക്ക്, അതായത് തേങ്ങ ചതച്ചതിന് വേണ്ടുന്ന അല്പം ഉപ്പ് ചേർക്കാവൂ. ഒരു പൊടിയോളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ സവാളയ്ക്ക് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്കും കൂടെ അല്പം ചേർക്കുക. ഇത് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇലയൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ഇടാം. ഇല നമുക്ക് നേരത്തെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് പരുവത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത്. നമ്മൾ നേരത്തെ മസാലയ്ക്കൊക്കെ ചേർത്തിട്ടുണ്ട്. സവാളയ്ക്കും ഇല ആയതുകൊണ്ട് പെട്ടെന്ന് അവിയും. നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. പിന്നെ വേണമെന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും
സവാളയ്ക്കും എല്ലാം ഉപ്പുള്ളതാണ്. നമുക്കിനി ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. ഇതിനോടൊപ്പം നമ്മൾ അരച്ച അരപ്പിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അല്പം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ആ മസാലയുടെ രുചി പോകണ്ട. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വേവാനായിട്ട് അടച്ചു വയ്ക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. കൂട്ടാൻ വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട്. അടിപൊളി മണം വരുന്നുണ്ട്. അടിപൊളി മണം. ഇതിൻ്റെ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉപ്പും കൂടെ അല്പം ഒന്ന് നോക്കാം. അടിപൊളി കറക്റ്റ് പരുവത്തിനുള്ള ഉപ്പ്. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. പരുവത്തിനുള്ള ഉപ്പ്, പരുവത്തിനുള്ള എരിവ് എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ വെള്ളമയവും തോർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് 4 സൈഡിലോട്ടും തോർത്തി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഉലുവയില, അതായത് മേത്തി ഇലയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീണ്ടും അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.